ഫലസ്തീനിലെ അൽ അഖ്സ മസ്ജിദ് കോമ്പൗണ്ടിൽ ജൂതപ്പള്ളി സ്ഥാപിക്കുമെന്ന ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗുറിന്റെ പ്രസ്താവനയെ UAE ശക്തമായി അപലപിച്ചു. ജെറുസലേമിലെ ചരിത്രപരവും നിയമപരവുമായ അവസ്ഥയെ ഇസ്രായേൽ മാനിക്കണമെന്നും അതിൽ കൈകടത്തരുതെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ഊന്നി പറഞ്ഞു. അൽ അഖ്സ മസ്ജിദിന് പൂർണ്ണ സംരക്ഷണം നൽകുന്നതിനും അവിടെ ഗുരുതരവും പ്രകോപനവുപരമായ ലംഘനങ്ങൾ അവസാനിപ്പിക്കുന്നതിലും UAEയുടെ ഉറച്ച നിലപാടും ആവർത്തിച്ചു. ജെറുസലേം എൻഡോമെന്റ് അഡ്മിനിസ്ട്രേഷന്റെയും അൽ അഖ്സ മോസ്ക് അഫയേഴ്സിന്റെയും അധികാരത്തിൽ കൈകടത്താതെ അന്താരാഷ്ട്ര നിയമങ്ങൾക്കും ചരിത്ര പ്രാധാന്യമുള്ള പുണ്യസ്ഥലങ്ങളും എൻഡോമെന്റുകളും പരിപാലിക്കുന്നതിൽ ജോർദാന്റെ പങ്കിനെ മാനിക്കേണ്ടതിന്റെ പ്രാധാന്യവും UAE ഊന്നിപ്പറഞ്ഞു. അൽ അഖ്സ മസ്ജിദിനുള്ളിൽ സിനഗോഗ് നിർമ്മിക്കാനുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി നടത്തിയ പരാമർശത്തെ ഈജിപ്തും ശക്തമായി അപലപിച്ചു. തീവ്ര വലതുപക്ഷ ഇസ്രായേൽ മന്ത്രിയായ ഇറ്റാമറിന്റെ പ്രസ്താവന മേഖലയിൽ പ്രകോപനം സൃഷ്ടിച്ചിരിക്കുകയാണ്. UAEയുടെ ദേശീയ എയർലൈനുകൾ ഇനി കൂടുതൽ ഉയരത്തിൽ പറക്കുകയാണ്. അതായത് കൂടുതൽ സെക്ടറുകളിലേക്ക് പറന്ന് കൂടുതൽ മികവ് തെളിയിക്കുകയാണ്. നേരത്തെ 586 സെക്ടറുകളിലേക്ക് മാത്രം പറന്നിരുന്ന UAE എയർലൈനുകൾ ഇപ്പോൾ 606 സെക്ടറുകളിലേക്കാണ് പറക്കുന്നത്. ദേശീയ വിമാന കമ്പനികളുടെ പ്രവർത്തനം കുറെ കൂടെ വിപുലീകരിക്കാനാണ് ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഇക്കാര്യം വ്യക്തമാക്കിയത്. ലോകത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രം എന്ന നിലയിൽ UAEയുടെ പേരും പ്രശസ്തിയും വർദ്ധിച്ചതോടെയാണ് വിമാന കമ്പനികളും പ്രവർത്തനം വികസിപ്പിക്കുന്നത്. ഏതായാലും രാജ്യത്തെ വളർച്ച എയർലൈനുകളുടെ വിപുലീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.